ഓണവിശേഷങ്ങളും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ഓണനാളുകളെ ധന്യമാക്കുവാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് പൂഞ്ഞാറിന്റെ സ്വന്തം MLA നമ്മുടെ എല്ലാം പ്രിയങ്കരനുമായ ശ്രീ PC ജോർജ് കുടുംബവുമാണ്. മനസ്സിനുള്ളിലൊരോണം വിരുന്നു വരും നേരം ഞാനുമെന്നോർമ്മയും കാത്തിരിപ്പു മൂകം. PCയും ഓണവിശേഷങ്ങളും എന്ന ഈ പ്രോഗ്രാമിലേക്ക് സർ സ്വാഗതം. ആദ്യം അങ്ങയുടെ വിശേഷങ്ങൾ അറിയാമെന്ന് കരുതുന്നു, ശേഷം കുടുംബാംഗങ്ങളെ പരിചയപ്പെടാം. തീർച്ചയായും. ഇത് ഓണനാളുകളാണല്ലോ, അപ്പോൾ നമുക്ക് ഓണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അങ്ങയുടെ ജീവിതത്തിലെ ഓണനാളുകളെ കുറിച്ചൊന്ന് പറയാൻ സാധിക്കും? എന്താന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിൽ തിരുവോണം വലിയൊരു ആഘോഷമായിരുന്നു. പക്ഷേ അത് മതമൊന്നുമില്ല, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും തിരുവോണത്തിനൊരു ആഘോഷമായിട്ട് കണ്ടിരുന്നു. വളരെ വലിയ ആഘോഷങ്ങൾ തന്നെയായിരുന്നു ആ കാലം. പ്രത്യേകിച്ച് എൻ്റെ വീടിനടുത്ത് ഹൈന്ദവ കുടുംബങ്ങളുണ്ടായിരുന്നു. അവരുടെ അവിടെയുള്ള പായസവും പിന്നെ ഉപ്പേരി വലിയ ബഹളമാണത്. അങ്ങനെ വലിയൊരു സന്തോഷകരമായ ഓർമ്മയാണ്. പക്ഷെ കാലം കടന്നു പോയപ്പോൾ തിരുവോണത്തെ പറ്റിയുള്ള ആ ചിന്ത മനുഷ്യ മനസ്സിൽ നിന്ന് മാറിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കി മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ പിള്ളേർ ഉൾപ്പെടെ കൊച്ചുങ്ങളാണെങ്കിലും തിരുവോണത്തിൻ്റെ മഹത്വത്തെ പറ്റി ബോധവാന്മാരാണെന്ന് സംശയമുണ്ട്. അത് നമ്മുടെ പാഠ്യ പദ്ധതിയിൽ വന്നിരിക്കുന്ന അപാകതയാണ് എനിക്ക് തോന്നുന്നത്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസ പാഠ്യ പദ്ധതി വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനകത്ത് കൊടുക്കുന്ന പ്രാധാന്യം കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കയറും. ഈ തിരുവോണം സംബന്ധിച്ച് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ഓർമ്മകൾ ഇന്ന് അയവിറക്കാൻ കഴിയുന്ന രീതിയിൽ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടിയുള്ള പാഠ്യപദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ വേറൊന്നും പറയാം. നമ്മുടെ കേരളം വിട്ടാൽ തിരുവോണം നമ്മളെക്കാൾ വലിയ ആഘോഷം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം എന്നെ തന്നെ തിരുവോണ ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ക്ഷണിച്ചിരിക്കും. എനിക്ക് സമയമില്ല. എന്നെ വിളിച്ചിരിക്കുന്ന പറഞ്ഞ് ചിരുവരും നീരജ ഇല്ലേ, ചിന്നു എന്ന് വിളിക്കുന്നത് നീരജ. അതെങ്ങനെ അത് ചിന്നു നല്ല പേരാ കേട്ടോ മോളെ. ഓക്കെ, അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു ഉദാഹരണം കേട്ടോ. നമ്മുടെ അമേരിക്കയിൽ നിന്ന് വിളിച്ചു, ഇംഗ്ലണ്ടിൽ 8 സ്ഥലങ്ങളിൽ നിന്ന് എന്നെ വിളിച്ചപ്പോൾ ഈ തിരുവോണം നാളെ എത്താൻ പറ്റുമോ? നമ്മുടെ ഓസ്ട്രേലിയ വളരെ നിർബന്ധിച്ചോണ്ടിരിക്കുക. ഞാൻ ഈ തിരുവോണത്തിന് സമയം എല്ലായിടത്തും എത്താൻ പറ്റുന്നത് ഇപ്പം തിരുവോണാഘോഷമായിട്ട് പിന്നെ മാറ്റി വെക്കാമെന്ന് അവർ പറയുന്നത്. അപ്പോൾ ദുബായ് ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ആളുകൾ, മലയാളികൾ എവിടെ ഉണ്ടോ അവരെല്ലാം തിരുവോണത്തിന് മഹത്വം കൊണ്ടാടുന്നു. നമ്മൾ അത് മറക്കുന്നു. ഞാൻ ദുഃഖിതനാണ് ആ കാര്യം. എന്റെ അഭിപ്രായം മഹാബലിത്തം കള്ളവും ചതിയും ഇല്ലാത്ത ഒരു നാട് അല്ലെങ്കിൽ ഒരു രാജ്യം ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് സ്വപ്നം കാണുവാൻ സാധിക്കുമോ? എന്റെ മോളെ, അങ്ങനെ ഒരു സ്വപ്നം നമുക്ക് കാണാൻ കഴിയണം. ഞാൻ എൻ്റെ ആത്മാർത്ഥയുടെ അഭിപ്രായം പറയാം. എൻ്റെ ഈ പൂഞ്ഞാർ എന്ന കുടുംബത്തിലെ ജനങ്ങൾ അങ്ങനെ ഒരു സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നമാണ് എൻ്റെ വിജയം. അതാ ഞാൻ പറഞ്ഞു, ഇത്ര വലിയ ഭൂരിപക്ഷത്തിൻ്റെ വിജയം ആ സ്വപ്നമാണ്. നമ്മുടെ യുവാക്കൾ, ചെറുപ്പക്കാർ മുഴുവൻ ആ സ്വപ്നത്തിലാണ്. പക്ഷേ ഞാൻ ദുഃഖിക്കുന്ന ഒരു കാര്യം, രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് വരുന്ന ചെറുപ്പക്കാർ മുഴുവൻ ഈ ഇപ്പം മോള് പറഞ്ഞ വികാരമാണ്, നീരജയുടെ വികാരം തന്നെയാണ് മാവേലി തമ്പുരാൻ്റെ നാടിനെ പറ്റി. പക്ഷെ സംഭവിക്കുന്ന അല്പം കഴിയുമ്പോൾ ഈ വലിയ വിപ്ലവകാരിൽ തന്നെ ഏറ്റവും വലിയ കൊള്ളക്കാരായി മാറുക. എനിക്ക് ഉദാഹരണം ഞാൻ പറയുന്നത്, ഞാൻ ഏറ്റവും അത് സ്നേഹിച്ചിരുന്ന ഒരു കോൺഗ്രസ് നേതാവ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ MLA ആയി, കേരളത്തിന് മുഖ്യമന്ത്രിയായി. പക്ഷെ എനിക്ക് അത്ഭുതം, അങ്ങേരെ മന്ത്രിസ്ഥാനത്തേക്ക് വന്നപ്പോൾ അല്ലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മാറ്റം വേദനാജനകമാണ്. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ ദുഃഖം. അതുകൊണ്ട് ആ സ്വപ്നത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം. ചെറുപ്പക്കാരിലേക്ക് കൂടുതൽ ആവേശം പകർന്നു കൊടുത്തുകൊണ്ട് അതിനുള്ള അവസരം സൃഷ്ടിച്ചെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ജനസേവകനായ അങ്ങയുടെ റോൾ മോഡൽ ആരാണ്?
അങ്ങനെ ഒരാളെ ഇല്ല. സത്യം പറയാം, എനിക്ക് റോൾ മോഡലില്ല. ഞാൻ ബഹുമാനിക്കുന്നവരെ പേര് പറയാം. മഹാത്മാഗാന്ധി നമ്മൾ ആദർശത്തോട് ബഹുമാനിക്കണം. ജോൺ എഫ് കെന്നഡി, അമേരിക്കൻ പ്രസിഡന്റ് കെന്നഡി, എനിക്ക് വലിയ ബഹുമാനം തോന്നിയിട്ടുണ്ട്. പിന്നീട് ബഹുമാനം തോന്നി നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്നാൽ എൻ്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും സ്നേഹം തോന്നിയ ഒരു രാഷ്ട്രീയ കെ കരുണാകരൻ, പിന്നീട് പി ടി ചാക്കോ, ആർ ശങ്കർ, ഇവരൊക്കെ മാന്യന്മാരായ നേതാക്കന്മാരാണ്. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാളെ പറ്റി അങ്ങനെ അഭിപ്രായം പറയാൻ എൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല. അല്പമെങ്കിലും പറഞ്ഞാൽ അത് VS അച്യുതാനന്ദൻ എന്ന് പറയും. വേറെ ആരെങ്കിലും പറയാൻ പറ്റില്ല. വേറെ ആരെപ്പറ്റി ഞാൻ പറയാം. എല്ലാം ഇവന്റെ മനസ്സിൽ ഇണങ്ങുന്നതല്ല സത്യസന്ധമായിട്ട് പറയാം. നമ്മള് ഓണത്തെ പറ്റി പറഞ്ഞിരുന്നു. ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഇപ്പോൾ പറഞ്ഞത് ശരിയാണ്, നമ്മൾ ഈ ഓണാഘോഷങ്ങൾ പോലെയുള്ള ഘോഷങ്ങളൊക്കെ കൂടുതലും ആഘോഷിക്കുന്നത് പ്രവാസികളാണ്. കാരണം എന്താ വെച്ചാൽ പല നാട്ടിലെ ജനങ്ങൾ ഒത്തുകൂടും. പക്ഷെ നമ്മൾ മലയാളികൾക്ക് മാത്രം ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ പേരിന് മാത്രം അല്ലേ? മോള് പറഞ്ഞ കറക്റ്റാ. എന്താ വെച്ചാൽ ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചല്ലോ, ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മലയാളക്കരയോടുള്ള സ്നേഹം വളരെ വലുതാണ്. നമ്മളിവിടെ തന്നെയാണ്. അവിടെ നമുക്ക് ഒരു പ്രത്യേക സ്നേഹം വരുന്നില്ല. ഇവിടെ ഉണ്ടല്ലോ നമ്മൾ. ആ സാഹചര്യം കൊണ്ടുണ്ടായിരിക്കും വലിയൊരു നഷ്ടബോധമാണ്. ഇപ്പം ഇവിടുത്തെ ഓണാഘോഷം എവിടേക്കാണ് നടക്കുന്നത്? ഓണാഘോഷം എന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മുടെ മാക്സിമം ഉച്ചയ്ക്ക് എല്ലാവരും കുടുംബാംഗങ്ങളാണ് ഇരുന്നൊരു ചോറുണ്ടെങ്കിലായി ഒരു സദ്യ, മലയാള സദ്യ. അതിനപ്പുറത്തേക്ക് ഓണം ഇല്ലെന്നായി. പിന്നെ രാത്രി കൂത്താട്ടമാണ്. കൂത്താട്ടം എങ്ങനെ ഓണം? അത് മുഴുവൻ നമ്മുടെ ബിവറേജ് കോർപ്പറേഷൻ ലാഭം. ഓണാവസരത്തിലും മറ്റും ബിവറേജ് കോർപ്പറേഷൻ വരുന്ന ലാഭം എത്ര വലുതാണെന്നറിയാം. അപ്പോൾ ഓണം പണ്ട് കാലത്ത് ഓണം അങ്ങനെയല്ല, ഇപ്പോൾ ഓണം അങ്ങനെയും കൂടായി. അത് നോക്കുമ്പോൾ എല്ലാ വിധത്തിലും നമുക്കൊരു വലിയ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കണം കേരളത്തിൽ നിന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങ് ജീവിതത്തിൽ എവിടെ എത്താനാണ് ആഗ്രഹിക്കുന്നത്? ആ ലക്ഷ്യത്തിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? ജീവിതത്തിൽ ഇന്ന് വരെ ഒരാഗ്രഹവും തോന്നിയില്ല. സത്യം പറയാം, എന്നെ വിശ്വസിക്കുക. ഒരു പഞ്ചായത്ത് മെമ്പറാകണമെന്ന് പോലും എൻ്റെ ജീവിതത്തിൽ ആഗ്രഹം തോന്നിയില്ല. സത്യം പറയാം. പിന്നെ ദേവി എന്നെ ഇങ്ങനെ ഇവിടെ നിന്ന് ആക്കി എന്നുള്ളതാണ്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ ആയി. അതല്ലാതെ ഇന്ന് ഒരു സ്ഥാനം എത്തണമെന്നായി. ലോകത്ത് ഒരു MLA ആകുന്ന എല്ലാ MLA സ്ഥാനം കിട്ടുന്നതിനപ്പുറം എല്ലാവരുടെ ആഗ്രഹം മന്ത്രിയാകുന്നു. ഇത് ദൈവം സാക്ഷി, ഇപ്പോഴും എനിക്ക് അങ്ങനെ മനസ്സിൽ തോന്നിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ ഇടതുപക്ഷവും ആയി ബന്ധപ്പെട്ടുകൊണ്ട് KM മാണി മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നീക്കം നടന്നു. അതിന് ചർച്ചയ്ക്കെല്ലാം നേതൃത്വം കൊടുത്ത് ഞാൻ തന്നെ KM മാണി ആവശ്യപ്പെട്ടിട്ടാണ്. അങ്ങനെ ആ ചർച്ച നടന്നപ്പം മുഖ്യമന്ത്രി സ്ഥാനവും 3 മന്ത്രിസ്ഥാനവും, ആ 3 മന്ത്രിസ്ഥാനം വരെ ഞാൻ അങ്ങോട്ട് KM മാണിയോട് പറഞ്ഞു, ഇപ്പം അദ്ദേഹം ജീവിച്ചിട്ടുണ്ടല്ലോ, അങ്ങ് മുഖ്യമന്ത്രിയാകുക, PJ ജോസഫ് മന്ത്രിയാണ് സ്വാഭാവികം. പിന്നെ CF തോമസ് കൂടെ ആകണം, കാരണം സീനിയർ മോസ്റ്റ് മനുഷ്യനാണ്, ഇത്ര പ്രായമായി. പിന്നെ ക്രിസ്ത്യാനി മാത്രമായപ്പോൾ ഒരു നായരോടാവട്ടെ, ജയരാജൻ കൂടെ മന്ത്രിയാകട്ടെ എന്നാണ്. ആ 3 മന്ത്രിസ്ഥാനം, മുഖ്യമന്ത്രി 3 മന്ത്രിസ്ഥാനം വന്നിട്ടും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞേ. അല്ല, അവിടെ വെച്ച് പറയാൻ പറ്റേ സ്വാഭാവികമായിട്ട് എനിക്ക് ആണെന്ന് ആർക്കും തർക്കമില്ല. ഞാൻ പോയി എനിക്ക് വേണ്ട, ജയരാജനെ ആക്കാൻ ഞാൻ പോയി. കാരണം ഒരു ക്രിസ്ത്യാനിയുടെ സ്വന്തം പാർട്ടി കൊണ്ട് തോന്നുന്നത് ശരിയല്ല. ഒരു മസ്റ്റായി ഒരു ക്രൈസ്തവനാകണമെന്ന് അത് KM മാണി കൊണ്ട് അംഗീകരിക്കുക. മാണി അപ്പോൾ എനിക്ക് വേണ്ട. ആ ഒരു മാനസികം അതാണ് നമ്മളെ ശരി. അല്ല, എല്ലാം നമുക്ക് വേണം, കഴിച്ചില്ല വേണ്ട. എന്നെ ഇപ്പം ആക്കാവുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ രാജാവായിട്ട് പ്രഖ്യാപിക്കാൻ എനിക്കിഷ്ടമാണ്. ഒറ്റ കൊല്ലം ഞാൻ നന്നാക്കി തരാം എല്ലാത്തിനും. ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടൊന്നും കാര്യമില്ല. എന്നാന്നറിയാം, ഒരു പല ഒറ്റയ്ക്ക് മുഖ്യമന്ത്രിയാണ് നടക്കുക. അപ്പം പിന്നെ മുഖ്യമന്ത്രിയായിട്ട് കാര്യമില്ല, നമ്മൾ ഉദ്ദേശിക്കുന്നൊന്നും നടക്കില്ല. ഈ ഓണാവസരത്തിലെങ്കിലും മൊത്തം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഈ സാഹചര്യങ്ങളൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ സമൂഹം തയ്യാറാകണം. അതാണ് എൻ്റെ അഭിപ്രായം. സിനിമ നന്നായിട്ട് ആസ്വദിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ന്യൂ ജനറേഷൻ സിനിമകൾ
നമ്മുടെ മലയാളികളുടെ സദാചാരബോധത്തെ കുത്തി നോവിക്കാനുള്ള ശ്രമമാണോ നടത്തുന്നതെന്നുള്ളതിന് സാറിന്റെ അഭിപ്രായം എന്താ? കുത്തി നോവിക്കല്ലോ, സദാചാരം ഇല്ലല്ലോ അതിനകത്ത്. കുത്തി നോവിക്കുന്നതുകൊണ്ട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ, ഞാൻ സിനിമ ഒക്കെ ഈ പഴയ സിനിമയുടെ അത്ര നല്ല സിനിമയല്ല മനെ ഇപ്പൊ ഇറങ്ങുന്നത്. പിന്നെ ഈ ചെറുപ്പക്കാരും പിള്ളേർ മനയിൽ കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ഒരു 20 അല്ലെ 22 അല്ലെ 22 വയസ്സായി കഴിയുമ്പോൾ പിള്ളേര് മാതാപിതാക്കന്മാരിൽ നിന്ന് ഉള്ള പണം എങ്ങനെയെങ്കിലും ഊർത്തി മേടിച്ച് ചെത്തി നടക്കുക. അത് ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെ. അവർക്ക് എല്ലാ സുഖവും മുഴുവൻ, എല്ലാ സുഖവും അവർക്ക് വേണം. അപ്പൊ എല്ലാ സുഖം അനുഭവിക്കാൻ വേണ്ടി അവർ എന്തും ചെയ്യുക. കേൾക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നത്. അപ്പൊ അവരുടെ കുഴപ്പമില്ല, കഞ്ചാവിന്റെ അടിമകളാണ്. അതിന് സുഖം കണ്ടെത്തുന്നത് ആണും പെണ്ണും. ആണ് തന്നെയല്ല പെണ്ണും, മനസ്സിലായില്ലേ? ആ, ഇപ്പൊ ഒരു 25 കൊല്ലം കഴിഞ്ഞ് ഇന്ത്യ രാജ്യം ഭരിക്കാൻ പറയുന്ന ആളുകളാണ് പിള്ളേർ. അത് കഞ്ചാവ് അടിക്കുന്നതാണ്. എവിടെ പോയി നിൽക്കും പറ. അതുപോലെ നമ്മുടെ ചെറുപ്പം ഏറ്റവും മാന്യന്മാരെ പിള്ളേരാണ്. ആ പിള്ളേര് പോലും മദ്യത്തിനടിമയായില്ല. കേരള സംസ്ഥാനത്തെ പറ്റി ഏറ്റവും വലിയ മോശം ഇടപാടെന്ന് വെച്ചാൽ മദ്യം നിരോധിച്ചതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ചാരായം നിരോധിച്ചു അത് കഴിഞ്ഞ് ബാർ ഹോട്ടൽ കൂടെ നിർത്തിക്കളഞ്ഞു. ഈ രാജ്യത്തെ ചെറുപ്പക്കാരടുത്ത തലമുറയോട് ഒരു ഗവൺമെന്റ് ചെയ്യാവുന്ന ഏറ്റവും വലിയ പാതകം അതാണെന്ന് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് കഞ്ചാവിലേക്കും ചരസിലേക്കും ഒക്കെ കുഞ്ഞുങ്ങൾ പോയത്. ബോധപൂർവം ജനങ്ങളെ മാനസികമായ മാറ്റം വരുത്താതെ മദ്യം നിർത്താൻ പാടില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഞാൻ ചോദിക്കട്ടെ, പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ വലിയ ചരിത്രങ്ങളൊക്കെ എഴുതിയ നമ്മുടെ വാൽമീകി രാമായണമൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവരൊക്കെ ഈ സോമരസം കുടിച്ചിരുന്നതാണ്. ഈ സോമരസം എന്നതാണ് അതോട്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ കുറ്റം വേണ്ടിയായിട്ടുണ്ട്. അപ്പൊ സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ട പറ്റുന്നത്രയും മദ്യത്തിൽ നിന്ന് അകലാൻ നമ്മൾ നോക്കുകയും നമ്മൾ അതനുസരിച്ചുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്നതിന് പകരം കേട്ടോ വയസ്സിൽ പറയാൻ പോണേ. ഇവിടെ AK ആന്റണി ഒറ്റ കട്ടത്തിൽ അടിച്ചു കഴിഞ്ഞു. അതിന് പുറകെ നമ്മുടെ ഉമ്മൻചാണ്ടി ഒറ്റ കട്ടം. ഈ രാജ്യത്ത് വലിയ അപകടമാണ്. മദ്യം വിഷമാണ്. മദ്യപിക്കുന്ന പിതാവ് കുടുംബത്തിന്റെ ശത്രുവാണ്, യാതൊരു സംശയം വേണ്ട. രാഷ്ട്രീയവും സിനിമയും അങ്ങേക്ക് വഴങ്ങി. അതെ, എനിക്ക് മനസ്സിലായി. ഞാൻ ചോദ്യം പൂർത്തിയാക്കട്ടെ. രാഷ്ട്രീയവും സിനിമയും അങ്ങേക്ക് വഴങ്ങി. ഇപ്പോ രാഷ്ട്രീയക്കാരനായതിനാൽ സിനിമ അഭിനയം എളുപ്പമാണെന്ന് ചിന്തിച്ചോ? രാഷ്ട്രീയക്കാരനായതുകൊണ്ട് സിനിമ അഭിനയം എളുപ്പമാണെന്നുള്ളത് ശരിയാ. എന്താണെന്നറിയാമോ? ഇപ്പോൾ പടക്കല്ലേ ചോദിച്ചാൽ ഈ തൊലിക്കെട്ടി കൂടുതലോ അതുകൊണ്ട് രാഷ്ട്രീയക്കാരനായതുകൊണ്ട് സിനിമ അഭിനയം ഒരു ബുദ്ധിമുട്ടില്ല. അത് തന്നെയല്ലേ സാധാരണ ഈ സിനിമ അഭിനയത്തിന് വലിയ ബഹളം. എല്ലാവരും പറഞ്ഞു, അയ്യോ എത്ര ടേക്ക് വേണം. എൻ്റെ എല്ലാം ഒറ്റ ടേക്കായിരുന്നു. ചോദിച്ചു സിനിമ എടുത്ത് ഒറ്റ ടേക്ക്. ഏതോ ഒന്നോ രണ്ടോ ഇത് മാത്രം അവർ ഒരു ഒന്നുകൂടെ എടുക്കാം എന്തെങ്കിലും ആവശ്യം വന്നു. അത് കഴിഞ്ഞ് ഞാൻ സിനിമയുടെ ഈ ഡബ്ബിങ് ഉണ്ട്. അപ്പോൾ എന്നോട് 2 ദിവസം വേണ്ടി വരുമെന്ന്. ഞാൻ വലിയ പ്രശ്നമാകില്ലോ, 2 ദിവസം ഡബ്ബിങ് മേലെ സിനിമയിൽ കയറുകയെന്ന് ഞാൻ പറഞ്ഞു. അതിനെ കൂടെ പറ്റിക്കൊള്ളു. അവസാന സമയം ഉണ്ടാക്കി ഞാൻ നാളെ 2 മണിക്ക് ഞാൻ വരും, 4 മണിക്ക് എന്നെ വിടണം. അങ്ങനെ പല ദിവസമായിട്ട് ചേർന്നു. ഞാനവിടെ ചെന്നു, 4 മണിക്ക് കയറി. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ജോലി പൂർത്തിയായിച്ച് നമസ്കാരം പറഞ്ഞു ഞാൻ പോകും. അപ്പൊ അവര് പറയുന്നത് 2 ദിവസം വേണം. ഞാൻ 2 മണിക്കൂർ കൊടുത്തു. അത്ര ഉള്ളു പറയുമ്പോൾ ഈ പറയുന്ന ഒരു നല്ലൊരു അഭിനേതാവും നല്ലൊരു ഡബിംഗ് ആർട്ടിസ്റ്റോടാണെന്ന് മനസ്സിലായി കാണുമല്ലോ. വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം സമൂഹത്തിനായി ജീവിച്ച് അവരെ പഠിച്ച് അവരുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവായി അവർ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് അങ്ങേ പോലുള്ളവർ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സിനിമാ ജീവിതത്തിൽ നിന്നും രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വരുന്നവരെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? അതായത് തമിഴ്നാടും കർണാടകവും ആന്ധ്രയും ഒന്നും അല്ല നമ്മുടെ കേരളം. തെലുങ്ക്, കന്നഡ, തമിഴ്നാട്ടിലൊക്കെ അവിടെയൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരായി വലിയ നിലയിൽ ഉയർന്നു വരുന്ന സിനിമാക്കാരാണ്. സിനിമ ഭ്രാന്തിന്റെ ഭാഗമുണ്ടത്. കേരളത്തിലൊന്നും ചിലവാകാറില്ല. കേരളത്തിൽ അങ്ങനെ സിനിമയിൽ നിന്ന് വന്നു എന്ന് പറയാനുള്ളത് ഇപ്പോൾ
ഒന്ന് നമ്മുടെ ഗണേശനുണ്ട്. ആ ഗണേശൻ സിനിമാക്കാരൻ എന്നതുപോലെ തന്നെ രാഷ്ട്രീയക്കാരനായിരുന്നു. രാഷ്ട്രീയക്കാരനായ അച്ഛൻ ബാലകൃഷ്ണയുടെ മകൻ. അത് സ്ഥാനം പാർട്ടിക്കകത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരു വ്യത്യാസം. പിന്നീട് ഇപ്പൊ സിനിമയിൽ നിന്ന് വന്നു എന്ന് പറയാനുള്ളത് ആകെ മുകേഷ് മാത്രമേ ഉള്ളൂ. മുകേഷ് ജയിച്ചു എന്ന് പറയാം. മുകേഷ് സിനിമാക്കാരനോട് ജയിച്ചതെന്നൊന്നും മുകേഷ് അഹങ്കരിക്കണ്ട. അവിടെ ഇടതുപക്ഷത്തിന് 91 സീറ്റ് കിട്ടിയ സാഹചര്യത്തിൽ കൊല്ലം ജില്ലയിൽ മുഴുവൻ സീറ്റ് ഇടതുപക്ഷം കിട്ടിയപ്പോൾ മുകേഷ് ജയിച്ചു എന്നുള്ളതല്ല, മുകേഷിന്റെ ഒരു സിനിമാക്കാരൻ എന്നുള്ള അംഗീകാരമായിട്ട് കരുതി മുകേഷ് നീളിക്കണ്ട. അത് ഇടതുപക്ഷത്തിന്റെ വിജയമാണ്. അതുകൊണ്ട് കേരളത്തിൽ ഈ സിനിമാ കച്ചവടമൊന്നും രാഷ്ട്രീയത്തിൽ ചെലവാകും എന്ന് ഞാൻ കരുതുന്നില്ല. പൂഞ്ഞാറിന്റെ സ്വന്തം MLA എന്നാണ് അങ്ങയെ വിശേഷിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴും അല്ല, ബാക്കി ഞാൻ ചോദിച്ചില്ല, തീർന്നില്ല. പൂഞ്ഞാറിന്റെ സ്വന്തം MLA എന്നാണ് സാറിനെ വിശേഷിപ്പിക്കുന്നത്. എങ്കിൽ പിന്നെ ഈ കേരളത്തിന്റെ തന്നെ നേതാവാകാൻ അങ്ങേക്ക് സാധിക്കില്ലേ? ഞാൻ പറയാം. നീരജ ചോദിച്ചുകൊണ്ട് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട്. ഈ രാഷ്ട്രീയ സംസ്കാരം മാറ്റിയേ മതിയോ? ആ മാറ്റത്തിന് തുടക്കം ഈ 2016 തെരഞ്ഞെടുപ്പിൽ ജനം ആരംഭിച്ചിട്ടുണ്ട്. തുടക്കം എന്ന് പറയുന്ന ആരംഭമാണ്. ആ തുടക്കത്തിന് ആരംഭം എന്ന് പറയുമ്പോൾ ഡബിൾ ശക്തിയെ ഞാൻ പറയുന്നത്. അതിന് തെളിവാണ് എൻ്റെ വിജയം 1. അതിലും വലിയ സംഭവമുണ്ട്. എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാതായി കേട്ടോ. RSP ബേബിയോൺ, മഹാനായ ബേബിയോണിനെ പാർട്ടിയായി. ആ പാർട്ടി അവിടെ പോയി ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ വീരേന്ദ്രകുമാർ ഒരു പത്രം മുഴുവൻ കയ്യിലുള്ള വലിയ പാളാണ്. പക്ഷെ ആ പാർട്ടി അവിടെ പോയി. ആ പാർട്ടി ഇല്ലെന്നായി. നമ്മുടെ NTRന്റെ പാർട്ടി അതില്ലെന്നായി. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എല്ലാ പാർട്ടികളും ഇങ്ങനെ ഇല്ലെന്നാകുന്നുണ്ട്. ആവശ്യമില്ലാത്ത പാർട്ടികൾ ഇല്ലെന്നാകുക. അതുപോലെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആവശ്യമില്ലാത്ത ജനവഞ്ചന നടത്തുന്ന പാർട്ടികൾ മുഴുവൻ ഇല്ലാതാവും. എഴുതിയിട്ടോളും. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിരുന്നത് വെച്ചാൽ കേരള കോൺഗ്രസ് മാണി ജോസഫും 9 MLA 15 MLA ഉണ്ടായിരുന്ന മാണി ഒന്നിച്ചു കഴിഞ്ഞപ്പോൾ 6 MLA. ആ 6 ഉള്ളൂ, കുറഞ്ഞു. എഴുതിയിട്ടോളും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരള കോൺഗ്രസ് M എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. ഇത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയാൻ കാരണം, ഈ 2016 തെരഞ്ഞെടുപ്പിൽ നന്മകൾ മാത്രം ഞാൻ കാണും. ഇനി നമുക്ക് സാറിന്റെ കുടുംബത്തെ പരിചയപ്പെടാം. തീർച്ചയായും. സാർ, അങ്ങനെ അങ്ങയുടെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്താമോ? തീർച്ചയായും പരിചയപ്പെടുത്താം. ഒന്ന് എൻ്റെ ഭാര്യ ഉഷ. അപ്പുറത്തിരിക്കുക എൻ്റെ 2ാമത്തെ മകൻ ഷെയ്ൻ ജോർജ്. ഇടതുവശത്തിരിക്കുക എൻ്റെ മൂത്ത മകൻ ഷോൺ ജോർജ്. ഇത് ഷോൺ ജോർജിൻ്റെ മകൻ PC ജോർജ് ജൂനിയർ PC ജോർജ്. മാഡം, PC ജോർജ് സാറിന്റെ വ്യക്തി ജീവിതത്തെയും ജനസേവനത്തെയും എങ്ങനെ നോക്കി കാണുന്നു? അദ്ദേഹം ഒരു നല്ല കുടുംബനാഥനാണ്. അതിലുപരി നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഇഷ്ട ഭക്ഷണ രീതി അതിൽ എത്രമാത്രം ശ്രദ്ധ ചെലുത്താറുണ്ട്? നന്നായി ശ്രദ്ധ ചെലുത്തുന്ന ഒരാളാണ്. ഭക്ഷണ രീതിയിൽ കണ്ടാൽ തന്നെ അറിയാം. സിനിമാക്കാരുടെ മക്കൾ സിനിമാക്കാരാകുന്നത് പോലെ തന്നെ രാഷ്ട്രീയക്കാരുടെ മക്കൾ രാഷ്ട്രീയത്തിൽ തന്നെ പ്രവർത്തിക്കണമെന്നാണോ? ഒരു നിർബന്ധമില്ല, യാതൊരു നിർബന്ധമില്ല. അതിപ്പോ കണ്ടുവരുന്നത് അങ്ങനെയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാന്ന് ചോദിച്ചാൽ അതിൽ വ്യത്യസ്തത വേണം. ഇപ്പോൾ എൻ്റെ 2 മക്കളാണ്, 2 ആൺമക്കളാണ്. മൂത്തയാള് പഠിക്കുന്ന കാലം പോലെ രാഷ്ട്രീയ പ്രവർത്തകരാണ്. അതെ, ഷോൺ അങ്ങനെയാണ്. എന്നാൽ രണ്ടാമന് രാഷ്ട്രീയം എന്താന്ന് ചോദിച്ചാൽ അവന് അതിൽ പിടിയൊന്നുമില്ല, അതിന് ഇൻട്രസ്റ്റഡും അല്ല. അവൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. അവനിപ്പം ബ്രില്യൻ്റ് പഠിച്ച് ഡോക്ടറാണെന്ന് പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. അതെ, അതാണ് ഉദ്ദേശം. അതല്ലാതെ ഒരിക്കലും രാഷ്ട്രീയക്കാരൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഷോൺ ചേട്ടാ, PC ജോർജ് സാർ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. അപ്പോൾ കൂടെ നിൽക്കുന്നവരെ ആണെങ്കിലും പ്രവർത്തിക്കുന്നവരെ സ്വന്തം മക്കളാണെങ്കിൽ പോലും ചീത്ത വിളിക്കും. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? നല്ലൊരു മാർഗം ആ സമയത്ത് അടുത്തോട്ട് പോകാതിരിക്കാൻ തുടങ്ങും. ഞങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ്. ആ സമയത്ത് മുങ്ങിയേക്കുക, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ തന്നെ തണുത്തോളും. ഇപ്പം എങ്ങാനും 2 കിട്ടിയെന്ന് വെച്ചാൽ പിന്നെ രക്ഷപ്പെട്ടു. ഈ ഏത് പപ്പായുടെ അടുത്തുനിന്ന് ചീത്തവിളി കിട്ടിയാൽ അവൻ്റെ കാര്യം ഓക്കെ എന്നാണ്. കാരണം പിന്നെ പുള്ളി തന്നെ വിളിച്ച് അവൻ്റെ കാര്യം എന്ത് കാര്യം നടത്തി കൊടുക്കും. അപ്പോൾ രാവിലെ ഒരു അത്യാവശ്യം ഒരു ചീത്തവിളി കിട്ടിയാൽ
വൈകുന്നേരം ആകുമ്പോൾ വളരെ സ്നേഹമാണ്. അങ്ങനെ ഒരു ഗുണമുണ്ട് ചെയ്തുകൊണ്ട് കിട്ടിയ. പിന്നെ ഏറ്റവും നല്ല മാർഗം ഇതാണ്, സംഗതി തെപ്പൂട്ടിയായിട്ട് ഇരിപ്പാണെങ്കിൽ ആ അടുത്തോട്ട് പോവാതിരിക്കുക. അങ്ങയുടെ നേരെ വരുന്ന വിവാദങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത്? വിവാദങ്ങൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നേരിടേണ്ടി വരും. അത് വലിയ കാര്യമല്ലല്ലോ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി വിവാദങ്ങൾ ഉണ്ടാവും, രാഷ്ട്രീയമല്ലേ. ആ വിവാദങ്ങൾ നമ്മൾ ശരി എന്ന് നമുക്ക് ബോധ്യമുള്ളതിൽ ഉറച്ചു നിൽക്കുക, ആരും ഭയപ്പെടേണ്ട. പിന്നെ ആ ശരിയോടൊപ്പം നിന്നാൽ തന്നെ ജനം ശരിയോടൊപ്പം വരും. പലരും വിചാരിക്കുന്ന നേതാവാകാൻ നല്ല ജനക്കൂട്ടം തെറ്റിന് കൊടുത്ത തെറ്റിന് മുന്നേ കയറിയുന്ന നേതാവുന്നു, വെറുതെയാ. ആ ജനക്കൂട്ടത്തിന് മുമ്പിൽ നേതാവാണെങ്കിൽ ജനക്കൂട്ടത്തെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി അവരെ നമ്മുടെ വശത്താക്കുമ്പോഴും നമ്മൾ നേതാവാകും. സാധാരണ ഇപ്പൊ രാഷ്ട്രീയത്തിൽ വന്നെങ്കിൽ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ ഏത് തെറ്റിന്റെയും കൂടെ ഭൂരിപക്ഷം എവിടെ നോക്കി തെറ്റിന്റെ കൂടെ നിൽക്കുക. ആ അപകടമാണ് രാഷ്ട്രീയ നേതാക്കന്മാരെ മുഴുവൻ വഴി സത്യത്തിന് വേണ്ടി എന്തും ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തി വേണമെന്നാണ് സാറ് പറയുന്നത്. തിരക്കേറിയ രാഷ്ട്രീയ ജീവിതത്തിനിടയിലും പ്രേക്ഷകർക്കായി ഞങ്ങൾക്ക് വേണ്ടി അല്പം ഓണവിശേഷങ്ങൾ പങ്കുവച്ചതിന് 1000 നന്ദി സാർ. മലയാളക്കരയുടെ ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തം എന്ന് പറയുന്നത് തിരുവോണം തന്നെ. അത് കഴിഞ്ഞ ഒരു ആഘോഷമേ സത്യത്തിലുള്ളൂ. മലയാളി എവിടെ ഉണ്ടോ അവിടെ എല്ലാം തിരുവോണമുണ്ട്. അവർ വളരെ ആത്മാർത്ഥമായി കേരളത്തിൽ മാത്രമല്ല വിദേശത്തും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അധിവസിക്കുന്ന നല്ലവരായ മലയാളി സമൂഹത്തിന് തിരുവോണത്തിൻ്റെ ആശംസകൾ ഞാൻ അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ ചാനലിൻ്റെ അണിയറ പ്രവർത്തകർക്കും ആത്മാർത്ഥമായി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഓണാശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചന്ദ്രമുള്ള സ്വപ്നങ്ങൾ, ഗ്രാമം ശുദ്ധിയുടെ സുഖമുള്ള ഓർമ്മകൾ, ഇവയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഓണക്കാലം കൂടി ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് കൃത്യമായ ഒരു പൊന്നോണം